മാനവികത ഉണർത്തുന്നവരോട് ഇത്രയും ഞാൻ ഈ ദീനീ സംഭവങ്ങൾ വിശദീകരിച്ചല്ലോ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന കുറച്ചു കാലമായി, ഒരു 8 മാസത്തോളം, ഒരു 6 മാസത്തോളമായി ഞാൻ ഇവിടെ താമസിക്കുന്നു. ചേലൂർ പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒരു പള്ളി ദർസുണ്ട്, AP സുന്നികൾ നടത്തുന്ന ഒരു പള്ളി ദർസുണ്ട്. ഞാൻ മാനവികത ഉണർത്തുന്നവരോട് ഈ ബോർഡ്, ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ട് പള്ളി ദർസിലെ കുട്ടി വന്നിട്ട് എന്നെ വിളിക്കണേ നായിന്റെ മോനെന്നാണ്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ പറയാ നിങ്ങളോട്. ഏത് മാനവികത ഉണർത്തുക ഉസ്താദിന്റെ കേരള യാത്ര, ഈ ബോർഡ് ഒട്ടിച്ചിട്ട് ഈ പോസ്റ്റർ ഒട്ടിച്ചു വന്ന് തിരിച്ചു പോരുമ്പോ എന്നെ കാണുക, എടോ ബാല എന്നെ വിളിക്കണത്. ഒറ്റ ദിവസമല്ല, ഒരു ദിവസമല്ല, ഫുൾ ടൈം. 5 നേരം നിസ്കരിക്കാൻ പോകുമ്പോ തോന്നിയ നായിയെന്നാണ് വിളിച്ചത്. ഇന്നലെ നടന്ന സംഭവമാണ് ഞാൻ പറയും. ആര് AP സുന്നികളിലെ സാധാരണക്കാരല്ല, നാട്ടുകാരല്ല. ആലോചിക്കണം. വെള്ള തുണി ഉടുത്ത്, നരിയാണിയുടെ മേലെ ഉടുത്ത്, വെള്ള ജുബ്ബയുടുത്ത്, തലയെക്കെട്ട് കെട്ടി പള്ളി ദർസിൽ കിതാബ് ഓതുന്ന മക്കള്. ആരാ അവരങ്ങനെ വളർത്തിയത്? ഞാൻ അവരോട് ചിരിക്കും. എന്നെ എന്നും തോന്നിയാസം വിളിക്കും, എന്നും. എന്നോട് പലരും ചോദിച്ചു. ഇന്നലെ ഞാനും എന്റെ ഭാര്യയും അതുവഴി കടന്നു പോകുമ്പോ വളരെ മോശമായി ആ കുട്ടികൾ പെരുമാറുന്നു എല്ലാ ദിവസവും. നിങ്ങൾ ആലോചിച്ചു, ഒരു പള്ളി, സംസ്കാരത്തിന്റെ കേന്ദ്രമായ ഒരു പള്ളി, റസൂലുള്ള വാർത്തെടുത്ത മസ്ജിദ്, ആ മസ്ജിദിൽ ഉസ്താദിന്റെ തിരുമുഖത്ത് നിന്ന് വിജ്ഞാനം പകരുന്ന കുട്ടികൾ, അടുത്ത തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കേണ്ടവർ. വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നു. ഇത് വിമർശിക്കല്ല, മറിച്ച് ആ കുട്ടികളെ ബോധവൽക്കരിക്കാൻ AP ഉസ്താദിന്റെ ടീമിന് കഴിയില്ല. അതെനിക്ക് ഉറപ്പാണ്. AP ഉസ്താദിനോ AP ഉസ്താദ് പഠിപ്പിക്കുന്ന സമൂഹത്തിനോ മാനവികത പറയാൻ അവകാശമില്ലെന്ന് വളരെ കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നു. നിങ്ങൾ ആലോചിക്കണം. പെരുമാറാൻ അറിയോ? മനുഷ്യരോട് വർത്തിക്കാൻ അറിയോ? നിരീശ്വരവാദികൾ ജീവിക്കുന്ന ഒരു നാട്, അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അല്ല കൊടുത്ത നാവ് കൊണ്ട് സംസാരിച്ച്, അല്ല കൊടുത്ത കണ്ണുകൊണ്ട് കണ്ട്, അല്ല കൊടുത്ത കാതുകൊണ്ട് കേട്ട്, അല്ല കൊടുത്ത കൽബുകൊണ്ട് ചിന്തിച്ച്, അല്ല കൊടുത്ത കാലുകൊണ്ട് നടക്കുന്ന നിരീശ്വരവാദി, അവനെതിരെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അവനെതിരെ നീ എന്തുകൊണ്ട് തോന്നിയാസം പറഞ്ഞില്ല? മദ്യപിച്ച്, വ്യഭിചരിച്ച്, പലിശക്ക് കൊടുത്ത്, സിനിമ കണ്ട് താങ്ങോന്തിയായി നടക്കുന്നവനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? റസൂലുള്ളാന്റെ സുന്നത്തെടുത്ത് താടി നീട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ മര്യാദ പാലിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ പലതവണ പള്ളി ദർസിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്ന ഓരോ തോന്നിയാസത്തിനും ഞാൻ അൽഹംദുലില്ലാ ചൊല്ലി എനിക്ക് എന്റെ റബ്ബ് പ്രതിഫലം തരും എന്ന ഉന്നതമായ വിശ്വാസത്തിൽ, അതോടൊപ്പം എന്റെ മനസ്സ് വേദനിക്കുന്നു. അത് നിങ്ങൾ എന്നെ വിളിക്കുന്നു എന്നതുകൊണ്ടല്ല. പള്ളി ദർസിൽ ദീന് പഠിക്കുന്ന നിങ്ങളുടെ സ്ഥിതി ഇതാണെങ്കിൽ, നിങ്ങൾ വളർത്തുന്ന ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥാവിശേഷം എന്താണ്? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി. നിങ്ങളെ കണ്ടിട്ട് ഞാൻ ദയവ് ചെയ്ത് ഇവിടുത്തെ സുന്നി സമൂഹത്തോട്, നിങ്ങൾ പള്ളി ദർസിലെ കുട്ടികളെ കൊണ്ടാക്കരുത്. നിങ്ങൾ ഇത്തരം ആളുകൾ പഠിപ്പിക്കുന്നിടത്ത് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകല്ലേ. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6-7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം. ജി പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞോനല്ലേ ഈ, ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ആലോചിച്ചേ, എന്താണ് ഈ ശത്രുത? സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഇവിടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ്, മുസ്ലിങ്ങളെല്ലാം മുഖ്മിനുകളല്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. കാലത്തിൽ അറാബികൾ വന്നു, അവർ പറഞ്ഞു ഞങ്ങൾ മുഖ്മിനായിട്ടുണ്ട്. അല്ല പറയാ, മുഖ്മിനായി എന്ന് പറയണ്ട, മുസ്ലിമായി എന്ന് പറഞ്ഞോ കുഴപ്പമില്ല, എല്ലാ ആനുകൂല്യവും കിട്ടും. മുസ്ലിമിന്റെ എല്ലാ ആനുകൂല്യവും കിട്ടും. മുസ്ലിങ്ങൾക്ക് പരസ്പരം സലാം പറയാം, അത് സുന്നിയായാലും മുജാഹിദായാലും. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ. അസ്സലാമു അലൈക്കും എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? മോനെ, അള്ളാന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ. അത് വേണ്ടേ AP സുന്നിക്ക്? നിങ്ങൾക്ക് വേണ്ടല്ലോ മൊയ്തീൻ ശൈഖ് രക്ഷിക്കുന്നു വിചാരിക്കുന്ന നമുക്ക് എന്തിന് അള്ളാന്റെ സഹായം അല്ലേ? ആലോചിച്ചു നോക്കണം നിങ്ങൾ, ചിന്തിച്ചു നോക്കണം നിങ്ങൾ. മോനെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. റസൂലുള്ളാഹി പറയാണെന്ത്? റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ്? നബി പറഞ്ഞു, എന്ത്? പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, പരിചയമുള്ളവനോട് ഇല്ലാത്തവനോട് സലാം പറയാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബാലുശ്ശേരി എന്ന് പറയുന്ന 80 കൊല്ലത്തിന്റെ മുജാഹിദ് പാരമ്പര്യമുള്ള ഒരു മണ്ണിൽ നിന്ന് ബാപ്പയും ഉമ്മയും സഹോദരങ്ങളും അനുജത്തിമാരും ജേട്ടത്തിമാരും മൂത്താപ്പ എളാപ്പ മക്കളും നാട്ടുകാരും അമ്മായിയും മക്കളും
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഞാൻ വളർന്ന നാടും അതൊക്കെ വിട്ട് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലെ ചേരൂരിൽ നിങ്ങളെ അതിഥികളായി സ്വീകരിച്ചു വന്ന അതിഥിയോട് പെരുമാറേണ്ട മര്യാദ പോലും പള്ളി ദർസിൽ പഠിപ്പിക്കുന്നവർക്കില്ലെങ്കിൽ മാനവികത ഉണർത്തുന്ന നിങ്ങളോട് നിങ്ങൾ മനുഷ്യരാകൂ, നിങ്ങൾ മാനവികത ഉള്ളവരാകൂ, നിങ്ങളുടെ ഉസ്താദുമാർക്ക് മനുഷ്യത്വത്തിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് വിനീതമായി ഞാൻ ഇവിടുന്ന് പറയാൻ. ഇനി മാനവികത ഉണർത്തുക എന്നത് സുന്നി സമൂഹത്തെ ഉദ്ദേശിച്ച് നേതാവിന് തോന്നിയ കുറ്റബോധമാണെങ്കിൽ, അതായത് ഞാൻ വളർത്തെടുത്ത ജനത മാനവികത എന്ന് പറയുന്നത് തൊട്ടു തീണ്ടാത്തവരാണ് എന്ന ബോധ്യമാണെങ്കിൽ സ്വാഗതം 1000 വട്ടം. അതല്ല, പൊതുജനങ്ങൾക്ക് മാനവികത ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ വകുപ്പില്ല ഉസ്താദ്, നിങ്ങൾക്ക് വകുപ്പില്ല, നിങ്ങൾക്കതിനുള്ള അവകാശമില്ല. കൊന്നും കൊലവിളി നടത്തിയും വെട്ടി നിരത്തിയും ടൈഗർ ഫോഴ്സ് രൂപീകരിച്ചും അതുപോലെ തന്നെ പല പേരിലും ജമിയത്തുൽ ഇഹ്സാനിയ രൂപീകരിച്ചും കൈവട്ടിയും കൊന്നും ദിക്ർ ചൊല്ലിയും തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയും സ്റ്റേജ് കയ്യേറിയും മഹല്ലുകളിൽ ഫിത്ന ഉണ്ടാക്കിയും ജീവിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് അതിനുള്ള പാരമ്പര്യം, നിങ്ങൾക്കില്ല ഉസ്താദ് അങ്ങനെ ഒരു സമൂഹത്തെ വളർത്താനുള്ള പാരമ്പര്യം, നിങ്ങൾക്കില്ല ഉസ്താദ് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് അങ്ങ് തിരുവനന്തപുരത്തിന്റെ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പച്ചപ്പൻ കൈരളിയിൽ ഇത് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഉസ്താദ്. നിങ്ങളൊരു വീണ്ടും വിചാരത്തിന് തയ്യാറാകണം ഉസ്താദ്. ഭീമാപ്പള്ളിയിൽ 27 കുടുംബങ്ങളെ ഊരുവിലക്കി തലയിൽ വളർന്ന മുടിവെട്ടാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ച മകനെ പിടിച്ചടിച്ച് കഴിഞ്ഞ ദിവസം സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് സുന്നി പള്ളിയിലെ പ്രസിഡന്റിന്റെ ഭാര്യ മരിച്ച് ആ പ്രസിഡന്റിന്റെ 2 മക്കളിൽ ഒരാള് മുജാഹിദും ഒരാള് സുന്നിയും. സുന്നിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ല. ഗൾഫിൽ നിന്ന് വന്ന മുജാഹിദായ മകൻ മയ്യത്ത് നിസ്കരിക്കാൻ ആരുടെ മയ്യത്ത്? നാട്ടുകാരുടെ മയ്യത്തല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മയ്യത്തല്ല, 10 മാസം നൊന്ത് പ്രസവിച്ച് വളർത്തിയ മാതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്ന സഹോദരനെ കോളറ പിടിച്ചു വലിച്ച് AP സുന്നികളുടെ ശൗര്യം കാണിച്ച് മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് പള്ളിയിൽ വെച്ച് നരനായാട്ട് നടത്തിയ നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം, നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികതയെ വിളംബരം ചെയ്യാനുള്ള അവകാശം. അതല്ല ചെയ്തു കൂട്ടിയ പാപക്കറകൾ കഴുകിക്കളയാനും, അതല്ല മുജാഹിദ് പ്രസ്ഥാനം ഭീകരവാദികളാണെന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യടി കിട്ടാനാണെങ്കിൽ ലോകം വിലയിരുത്തിയിട്ടുണ്ട് ഉസ്താദ് നിങ്ങളുടെ നടപടിക്രമങ്ങൾ. നിങ്ങൾ ആലോചിച്ചേ, സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പങ്കെടുത്തവനെ കൊണ്ട് 280 രൂപ പേടപ്പിച്ചത് അങ്ങ് ഇന്തോനേഷ്യയിലല്ല, ഇറാഖിലല്ല, ഫലസ്തീനിലല്ല, ചെച്ചിനയിലല്ല, കോസ്റോവയിലല്ല, ലബനാനിലല്ല. പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക കേരളം എന്ന് വിളിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മൂക്കിന്നതായ ഭീമാപ്പള്ളിയുടെ മണ്ണിലാണ് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഉസ്താദ് നിങ്ങൾക്ക് അവകാശമില്ല മാനവികത ഉണർത്താൻ. പാല് വിറ്റ് ജീവിച്ച പാൽക്കാരന്റെ പാൽപാത്രത്തെ ചവിട്ടി താഴെയിട്ട് അവനോട് പാല് വാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവനെ പോലും എങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു മുജാഹിദായ പാൽക്കാരനോട് പാല് വാങ്ങിയാൽ അതിന്റെ പേരിൽ അവനെപ്പോലും പള്ളിമഹല്ലുകളിൽ നിന്ന് അംഗത്വം വിച്ഛേദിച്ച് കോടതി വരാന്തകളിൽ അതുപോലെ തന്നെ പലയിടങ്ങളിലും നിങ്ങൾ പറഞ്ഞില്ലേ ഉസ്താദ്, നിങ്ങളുടെ അനുയായികളെ കൊണ്ട് പറയിപ്പിച്ചില്ല ഉസ്താദ് മുജാഹിദുകൾ ഭീകരവാദികളാണെന്ന്. പരിശുദ്ധ റമദാനിന്റെ സുന്ദര രാത്രിയിൽ മുജാഹിദുകളുടെ വീട്ടിൽ വെച്ച് തറാവീഹ് നിസ്കരിച്ച മുജാഹിദുകളുടെ തലക്ക് ഇരുമ്പ് ദണ്ട് കൊണ്ടടിച്ച് അവിടെ തലച്ചോറ് പുറത്തു ചാടുമാറ് അവരാക്രമിച്ചവരെ ഗുണ്ടകളെന്നല്ലാതെ സാംസ്കാരിക നായകന്മാരെന്ന് വിളിക്കാൻ ആണും പെണ്ണും കേട്ട ശിഖണ്ഡിയല്ല മുജാഹിദ് ബാലുശ്ശേരി എന്നതും അവിടെ ഭീമാപ്പള്ളിക്കാർ തിരിച്ചറിയട്ടെ. ഈ കേസറ്റ് നാളെ മനുഷ്യന്റെ മനസ്സുകളിൽ എത്തുമ്പോൾ അറിയുക, അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഭയപ്പെടില്ലടോ ഒരുത്തനെയും എന്ന പ്രഖ്യാപനമാണ് അമ്പിയാക്കളുടെ പ്രഖ്യാപനം. സത്യത്തിന്റെ സുന്ദരമായ ഭൂമികയിൽ നിന്ന് പാവപ്പെട്ടവനെ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയ ദന്തഗോപുരങ്ങളിൽ, അംഗീകാരങ്ങളിൽ, സമ്പന്നതകളിൽ വിരാജിച്ച് നാടും നഗരവും ഇളക്കി മറിച്ച് ബോർഡ് വിപ്ലവങ്ങളും നടത്തി മനുഷ്യന്റെ മനസ്സിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായും വീണ്ടെടുക്കാമെന്ന് വിചാരിച്ച് മാനവികത പറയുന്നവരോട് നിങ്ങൾക്കില്ല ഉസ്താദ്, നിങ്ങൾക്ക് അവകാശമില്ല ഉസ്താദ് മാനവികത ഉണർത്താൻ.